ആന്റണി രാജു നിയമക്കുരുക്കിൽപ്പെട്ടതോടെ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോര് ഇനി ശ്രദ്ധേയമാവുകയാണ്. എന്തായാലും ആന്റണി രാജുവിന് ഇനി സീറ്റുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് നിയമപരമായ തടസ്സങ്ങളുണ്ട്. അതിൽ അപ്പീൽ നേടി അദ്ദേഹം വന്നാൽ പോലും ആരോപണ വിധേയനായ ആന്റണി രാജുവിനെ ഇനി തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ CPM ഇടതുമുന്നണി തയ്യാറാക്കില്ല. പകരം CPM ആ സീറ്റ് ഏറ്റെടുക്കാനാണ് സാധ്യത. പക്ഷേ CPM അവിടെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാവില്ല എന്നത് വെല്ലുവിളിയാണ്. MV ജയകുമാറാണ് സാധാരണ പരിഗണിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ആൾ. പക്ഷേ അദ്ദേഹത്തിന് പ്രായപരിധി വെല്ലുവിളി ഉണ്ടാക്കും. അങ്ങനെയെങ്കിൽ ഒരു പൊതു സ്വതന്ത്രനെ ഈ മണ്ഡലത്തിൽ ഈ സീറ്റിൽ മത്സരിപ്പിക്കാനാണ് നീക്കമെന്നാണ് സൂചന. ആന്റണി രാജുവിൻ്റെ കേസ് UDF-നും BJP-ക്കും പുതിയ സാധ്യതയും ആയുധം കൂടിയായി മാറുന്നു എന്നതാണ്. എന്തായാലും ഈ മണ്ഡലത്തിൽ ലത്തീൻ സഭയുടെ നിലപാടും നിർണായകമാണ് എന്നതുകൂടി പ്രസക്തമാണ്. നോക്കാം, ഡാൻ കുര്യൻ തന്നെ നമുക്കൊപ്പമുണ്ട്. ഡാൻ, വളരെ പ്രസക്തമാണ് ഈ നീക്കം. എന്തായാലും അവിടെ ആന്റണി രാജുവിന് പകരക്കാരൻ വരണം. അത് ആര് എന്നതാണ് ചോദ്യം. UDF-ൻ്റെ സാധ്യതാ പട്ടികയിലുള്ളത് ആരൊക്കെയാണ്? BJP-യുടെ ആലോചനകൾ എങ്ങനെയാണ്? ലത്തീൻ വോട്ടുകൾ അങ്ങേയറ്റം നിർണായകമാണല്ലോ ഈ മണ്ഡലത്തിൽ. ആന്റണി രാജുവിനെതിരായ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി വളരെ ആകാംക്ഷയോടെയാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ നോക്കിക്കാണുന്നത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. അതുകൊണ്ട് തന്നെ ഇത് വീണ് കിട്ടിയൊരു അവസരമായി കണ്ടുകൊണ്ട് ഏത് വിധേനയും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം അത് കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു നീക്കം BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന ഉറപ്പാണ്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യത്തിൽ അന്തിമമായൊരു ധാരണയിലേക്ക് BJP നേതൃത്വം എത്തിയിട്ടില്ല. അതേസമയം കോൺഗ്രസ് വളരെ കരുതലോടെയാണ് ഈ വിഷയത്തിൽ കൃത്യമായൊരു നിരീക്ഷണത്തിന് ശേഷം മാത്രമേ ഒരു തുടർ നീക്കങ്ങളിലേക്കൊക്കെ കടക്കുകയുള്ളൂ. അതിൽ രണ്ട് തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. അതിൽ ഒന്ന്, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം അത് കൃത്യമായി CMPക്ക് വിട്ടു നൽകണം എന്ന വലിയൊരു അഭിപ്രായത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കാരണം UDF-ന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായി CP ജോൺ ഏറെക്കാലമായി UDF-ന് വേണ്ടി സമരമുഖങ്ങളിലടക്കം സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണം എന്ന അഭിപ്രായം പ്രതിപക്ഷ നേതാവിനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം വട്ടിയൂർക്കാവ് സുരക്ഷിതമല്ല എന്ന ഒരു ഘട്ടം വന്നാൽ അത് കൃത്യമായി K മുരളീധരനെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ, ചരടുവലികൾ, അണിയറ നീക്കങ്ങൾ അതൊക്കെ ഒരു വശത്ത് അത്തരത്തിലുള്ള ചർച്ചകളും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അവിടെ മറ്റ് പല പേരുകളും, അതായത് K ശബരിനാഥൻ ഉൾപ്പെടെയുള്ള പേരുകളൊക്കെ നേരത്തെ പറഞ്ഞു കേട്ടതാണ്. പക്ഷേ തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലത്ത് നിന്ന് കവടിയാറിൽ നിന്ന് മത്സരിക്കുന്ന സാഹചര്യം അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച് തിരുവനന്തപുരം നഗരസഭയിലെ കോൺഗ്രസിന്റെ മുഖമായി K ശബരിനാഥൻ മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇനി സെൻട്രലിലേക്ക് വീണ്ടും പരിഗണിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും CMPക്ക് തന്നെ ആ സീറ്റ് നൽകിയേക്കുമെന്ന തരത്തിലുള്ള സൂചനകളാണ് ഒടുവിൽ നമുക്ക് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് UDF-ന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും വിശദമായ ചർച്ചകൾക്ക് ശേഷമേ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. അതേസമയം LDF-ന് സുവർണമായ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ സീറ്റ് ഏറ്റെടുക്കാൻ ലഭിച്ചിരിക്കുന്ന ഒരു കൃത്യമായ, അതായത് തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഏറ്റെടുക്കാൻ ലഭിച്ചിരിക്കുന്ന ഒരു അവസരമാണിത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ അവിടെ മത്സരിപ്പിക്കുമോ അതോ ഒരു സ്വതന്ത്രനെ പിന്തുണയ്ക്കുമോ, ഈ കാര്യത്തിലാണ് ഒരു വ്യക്തത വരാനുള്ളത്. അതിൽ ചർച്ചകളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഒരു തരത്തിലുള്ള പ്രാഥമിക ചർച്ചകൾ പോലും ഇതിൽ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കും ആ വിഷയത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുക? ഒരുപക്ഷെ ഒരു പ്രബല സമുദായം എന്ന നിലയിൽ ലത്തീൻ സഭയുടെ കൂടെ പിന്തുണയുള്ള ഒരാളെ സ്വതന്ത്രനെ പിന്തുണയ്ക്കുകയോ അതല്ലെങ്കിൽ പാർട്ടിയിൽ തന്നെ അത്തരത്തിലുള്ള ഒരു മുഖത്തെ ഉയർത്തിക്കൊണ്ടുവരികയോ, ഇതിൽ ഏതായിരിക്കും CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്ന ഒരു തന്ത്രം എന്നതാണ് ഇനി അറിയാനുള്ളത്. ഒരുപക്ഷെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം നഷ്ടമായതിന്റെ ക്ഷീണമകറ്റാൻ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം പിടിക്കാനായാൽ ഒരു പരിധിവരെ അതിന് കഴിയുമെന്നൊരു പ്രതീക്ഷ LDF ക്യാമ്പിലുണ്ട്. അതുകൊണ്ട് തിടുക്കത്തിലൊരു നീക്കം ഉണ്ടാകില്ല. കൃത്യമായി സാമുദായിക സമവാക്യങ്ങളടക്കം പരിശോധിച്ച് ജയസാധ്യത മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും സ്വതന്ത്രനെ പരീക്ഷിക്കണോ അതോ പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കണോ എന്ന കാര്യത്തിലൊക്കെ അന്തിമമായൊരു ധാരണയിലേക്ക് ഇടത് ക്യാമ്പും എത്തുകയെന്നാണ് ലഭ്യമാകുന്ന സൂചന.
ഡാൻ, ഇതിൽ നമുക്കറിയാം തിരുവനന്തപുരം മണ്ഡലം അവിടുത്തെ തീരദേശ മേഖലകളിൽ കൂടി ഉൾപ്പെടുന്ന സ്ഥലമാണ്. ലത്തീൻ സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശത്തിലെ ഫലം ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നത് അവിടുത്തെ സഭാ നേതൃത്വത്തിൻ്റെ ചില പ്രധാന വക്താക്കളൊക്കെ മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ ആന്റണി രാജുവിന് ലത്തീൻ സഭയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത്തവണ ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു പിന്തുണ കിട്ടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഇല്ലല്ലോ. അപ്പോൾ നിർണായകമാവില്ലേ ഈ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ? അതായത് ഈ ലത്തീൻ സഭയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയെ പൂർണ്ണമായി അങ്ങ് ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരാളുടെ പരാജയം നിർണ്ണയിക്കാൻ കൃത്യമായി ലത്തീൻ സഭയ്ക്ക് കഴിയും. അതാണ് സാഹചര്യം. അതുകൊണ്ടാണ് ലത്തീൻ സഭ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്, ആരെ പിന്തുണയ്ക്കും എന്നതിന്റെയൊക്കെ പ്രസക്തി വർദ്ധിക്കുന്നതിന്റെ കാരണം അതാണ്. അതായത് അവിടെ ഈ ലത്തീൻ സഭയെ സംബന്ധിച്ച് നമ്മൾ മുൻപുള്ള ചരിത്രമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അവർ രാഷ്ട്രീയമായി അല്ല പല വിഷയങ്ങളും നിലപാടെടുക്കുന്നത്. സഭയുടെ ഒരു നിലപാട് അതാണ്. സഭയെടുക്കുന്ന നിലപാട്, ആ നിലപാട് ആർക്കൊപ്പമാണ്? അവർക്ക് എൻ ബ്ലോക്കായി വോട്ട് ലഭിക്കുന്ന സാഹചര്യം. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തീരമേഖലയിലൊക്കെ വലിയ തരത്തിലുള്ള പ്രചാരണമാണ് നടത്തിയത്. പക്ഷേ സഭ കൃത്യമായി ശശി തരൂരിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനമെടുക്കുന്നു. അങ്ങനെ തീരദേശ മേഖലയുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് ശശി തരൂർ കഴിഞ്ഞ തവണ ജയിച്ചു കയറിയത്. അതല്ലായിരുന്നെങ്കിൽ ആ സീറ്റ് BJPക്ക് പോകുമായിരുന്നു. അങ്ങനെയായിരുന്നു രാഷ്ട്രീയ സാഹചര്യം. നിയമസഭയിലും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം ആ തീരമേഖലയെ ഒപ്പം ചേർത്ത് നിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം UDF-നുണ്ട്. പക്ഷേ ആ വോട്ടുകളിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ കഴിയുമോ എന്നതാണ് LDF നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര കണ്ട് വിജയിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ആർക്കൊപ്പം നിൽക്കും. LDF-ന് തുടരാനാവുമോ അതോ അത് പിടിച്ചെടുക്കുമോ BJP-യോ UDF-ഓ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്തുക. യെസ്, എന്തായാലും ഡാൻ സൂചിപ്പിച്ചതുപോലെ നിർണായകമാണ് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ ചർച്ചകൾ. അവിടെ ആര് എന്ന ചോദ്യമാണ്. BJP കഴിഞ്ഞ തവണ വലിയ സ്വാധീനം ഉറപ്പിച്ചാണ്. വളരെ നന്ദി ഡാൻ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചകളിൽ ആന്റണി രാജുവിന് പകരക്കാരൻ ആര് എന്ന ചോദ്യത്തിന് CPM ഉത്തരം കണ്ടെത്തണം. ഈ സീറ്റ് ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ്. പക്ഷേ അത് നിലനിർത്തുക എന്ന വലിയ രാഷ്ട്രീയ ചോദ്യമുണ്ട്. അത് കഴിഞ്ഞ തവണ കൃത്യമായ ത്രികോണ പോരാട്ടം നടന്ന ഇടമാണ്. ഇത്തവണയും അത് പ്രതീക്ഷിക്കണം. അതുകൊണ്ട് എന്ത് സംഭവിക്കാം. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന ഇടമാണ്. അതിൻ്റെ പ്രത്യേകതകളുമുണ്ട്. എന്തായാലും സങ്കീർണമാണ് സാഹചര്യങ്ങൾ. നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കും എന്നത്.